Hello, hi my viewers, ഞാൻ ദർശന and welcome back to my channel ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഗാർഡൻ എങ്ങനെയാണ് മനോഹരമാക്കിയിട്ടുള്ളത് എന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാഴ്വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് ഗാർഡനിൽ ഉപയോഗിച്ചത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ കുപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള കുപ്പികളൊക്കെ നമ്മളിനി വെറുതെ കളയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലൊക്കെ നമുക്ക് ഗാർഡനിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കലേസിയ റിപ്പൺസ് പറഞ്ഞ പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ ഒരു പഴയ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാനൊരു പൂച്ചക്കുട്ടീനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ ഈ ഒരു പർപ്പിൾ ടർട്ടിൽ വൈനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഏകദേശം ഇങ്ങനെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം റീപോർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ആ പെയിൻറ്റ് ചെയ്തതൊന്നും കാണുന്നില്ല, അത്രയ്ക്കും അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു പോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ആ ഒരു കലേഡിയം വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ നമ്മൾ ഈ ഓരോ ലേഹ്യം അങ്ങനെയുള്ള ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന ഓരോ പാത്രങ്ങളാണ് കേട്ടോ. അതിലെല്ലാം തന്നെ ഞാനിപ്പോൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റിനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനെല്ലാം ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ കാണുന്നത് കലേസിയ റിപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു പ്ലാസ്റ്റിക് പോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ട് എൻ്റെ കയ്യിൽ ഞാനൊരു പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പോട്ടിൻ മിക്സൊക്കെ നിറച്ചതിന് ശേഷം എടുത്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഇതുപോലെ മുറിഞ്ഞു പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തു. ഇതാവുമ്പോൾ തിക്കായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം പൊട്ടിപ്പോയതൊന്നും കാണില്ല. അപ്പോൾ അത് ആ പൊട്ടിയ ഭാഗത്തെല്ലാം തന്നെ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഉണ്ടായി വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആ ഒരു പോട്ട് വെറുതെ കളയേണ്ടി വരും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് വാൻഡ്രിഞ്ചിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പോട്ട് വന്നിട്ടും ഇതുപോലെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോട്ടാണ്. നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ അടപ്പ് കാണാതായി, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. എല്ലാം തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് അതിലെല്ലാം ഈ ഒരു സിങ്കോണിയം, പിങ്ക് സിങ്കോണിയം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇത് ഹാങ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് യൂഫോർബിയയാണ്. അതും ഇതുപോലെ പഴയ വേസ്റ്റ് ബോട്ടിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനൊരു ഷേപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ പെയിൻറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കലേസിയ റിപ്പൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തിക്കായിട്ട് വളർന്നു വന്ന് ആ ഒരു പോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പോട്ട് തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ ഒരു പോട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പൂച്ചക്കുട്ടീനൊക്കെ ആയിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് അല്ലാതെ വലിയ വലിയ പ്ലാന്റ്സ് ഒന്നും ഇങ്ങനത്തെ ബോട്ടിൽസ് ഒന്നും കട്ട് ചെയ്തിട്ട് അതിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അങ്ങനെ ബോട്ടിൽസൊക്കെ കട്ട് ചെയ്തിട്ട് അതിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ചതുരത്തിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ ഈ ഒരു കലേസിയ റിപ്പൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഒരുപാട് വളർന്ന് താഴത്തേക്ക് ഹാങ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ വേറെ കട്ട് ചെയ്തിട്ട് വേറെ വേറെ പോട്ടുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരുപാട് ഹാങ് ചെയ്ത് വന്നപ്പോൾ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ 10 മണിച്ചെടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു PVC പൈപ്പിൽ അതിന് മുകളിലായിട്ട് നമ്മൾ അന്ന് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മൺകലാണ് കേട്ടോ ഇതിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കലേസിയ റിപ്പൺസാണ്. ഗ്രീൻ ടർട്ടിൽ വൈനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയിലൊക്കെ. പിന്നെ വന്നിട്ട് ഞാൻ ഇതുപോലൊരു
PVCയുടെ പൈപ്പ് നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നതായിരുന്നു. അതിൻ്റെ ബാക്കി വന്നപ്പോൾ അതിൽ ഞാൻ ഗ്രീൻ ടേർട്ടിൽ വൈനും പർപ്പിൾ ടേർട്ടിൽ വൈനും മിക്സഡായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനത് പോണ്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ടോപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് അത്യാവശ്യം വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെയിലടിച്ചിട്ട് പ്ലാന്റ്സിന് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് അത് എന്തായാലും എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കും കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ അത്രയൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയ്ക്ക് മാത്രം വളർന്നു നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ PVC പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വാൻഡ്രിങ് പ്ലാന്റ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും താഴത്തോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ തിക്കായി വളർന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാനൊരു ചെറിയൊരു PVC പൈപ്പിൽ കലേസിയ റിപ്പൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അത്രയ്ക്ക് കാണുന്നില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയാണ് അത് വളർന്നിട്ടുള്ളൂ. അപ്പോൾ ഇതും വെച്ചിട്ട് ഇപ്പോൾ അത്രയൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര മാത്രം വളർന്നു നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇവിടെ ബാക്കി വന്നിട്ട് വെറുതെ അങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്ത് എൻ്റെ ഗാർഡനിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം തന്നെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഐസ്ക്രീമിൻ്റെ ബോട്ടിൽസും എല്ലാം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലൊക്കെ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ പ്ലാന്റ്സ് 10 മണികളും അതുപോലെ തന്നെ വാൻഡ്രിങ് കലേസിയ റിപ്പൺസ് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഞാൻ ബോട്ടിൽസ് കട്ട് ചെയ്തിട്ട് അതിൽ യൂഫോർബിയ എന്ന പ്ലാന്റാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു പ്ലാന്റ്സിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പോട്ട് ചെറുതാണെന്ന് വെച്ചിട്ട് പ്ലാന്റ്സിന് കേടൊന്നും സംഭവിക്കുന്നില്ല. ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം ഇപ്പോൾ അധികമായിട്ടില്ല കേട്ടോ. പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തത് ഞാൻ ഇപ്പോൾ അടുത്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം തന്നെ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.